ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ശാന്തി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഹൈഡ്രോ കാർബണുകളുടെ ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യം മാതൃകാപരമായ മുന്നേറ്റം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അരാവല്ലി മലനിരകളുടെ പരിസ്ഥിതിക്ക് അടിയന്തര ഭീഷണി നേരിടുന്നതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് ഇന്ന് തുടക്കം. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മവാർഷികത്തിൽ രാജ്യം ഇന്ന് ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നു. വിശാഖപട്ടണത്ത് നടന്ന വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആന്റ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ആണവോർജ്ജ ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷണം, വെള്ളം, കൃഷി, വ്യവസായം തുടങ്ങിയവയിൽ ആണവശാസ്ത്രത്തിന്റെ പ്രയോഗം, സാങ്കേതിക വിദ്യാ നവീകരണം എന്നിവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് വ്യവസ്ഥ ചെയ്യുന്നതാണ് ശാന്തി ബിൽ 2025. ആണവോർജ്ജ നിയന്ത്രണ ബോർഡ് രൂപീകരിക്കുവാനും ആണവോർജ്ജ പരിഹാര ഉപദേശക സമിതി സ്ഥാപിക്കുവാനും ബിൽ ലക്ഷ്യമിടുന്നു. ഇന്ത്യയിലെ സിവിൽ ന്യൂക്ലിയർ മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമായി മാറിയ 1962ലെ ആണവോർജ്ജ നിയമവും 2010ലെ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ടും ശാന്തി ബിൽ റദ്ദാക്കി. വികസിത് ഭാരത് റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിനും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. വെള്ളിയാഴ്ച അവസാനിച്ച പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇരുസഭകളും ബിൽ പാസാക്കിയിരുന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് 125 തൊഴിൽ ദിനങ്ങൾ ഈ നിയമത്തിലൂടെ ഉറപ്പാക്കുന്നു. രാജ്യത്തിന്റെ വികസനത്തിന് കർഷകരുടെ പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ ഉന്നമനത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്തെ യൂറിയ ഉൽപാദനം ഏകദേശം 306 ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ നംരൂപിൽ 10,601 കോടി രൂപയുടെ വളം പ്ലാന്റിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. विकसित भारत के निर्माण में देश के किसानों की, यहां के अन्नदाताओं की बहुत बड़ी भूमिका है. कृषि कल्याण की योजनाओं के बीच ये भी जरूरी है कि हमारे किसानों को खाद की निरंतर सप्लाई मिलती रहे. आने वाले समय में ये यूरिया कारखाना ये सुनिश्चित करेगा. ഹൈഡ്രോ കാർബണുകളുടെ ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യം മാതൃകാപരമായ മുന്നേറ്റം കൈവരിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമങ്ങൾ ആക്കം കൂട്ടുമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അരാവല്ലി മലനിരകളുടെ പരിസ്ഥിതിക്ക് അടിയന്തര ഭീഷണി നേരിടുന്നതായുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വനവൽക്കരണം, പരിസ്ഥിതി ലോല മേഖലാ മുന്നറിയിപ്പുകൾ, ഖനനത്തിന്റെയും നഗരപ്രവർത്തനങ്ങളുടെയും കർശന നിരീക്ഷണം എന്നിവ അരാവല്ലി മലനിരകളിൽ തുടരുമെന്നും വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. അരവല്ലിയുടെ നിലവിലുള്ള ഭൂപ്രകൃതിയെ അവയുടെ ഉയരവും ചെരിവുകളും പരിഗണിക്കാതെ ഖനന ആവശ്യങ്ങൾക്ക് പാട്ടത്തിന് നൽകുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ മേഖലയുടെ പരിസ്ഥിതിയെ മുഴുവനായും സംരക്ഷിക്കുന്നുണ്ട്. മണ്ണിന്റെ സ്ഥിരത, സസ്യാവരണം എന്നിവയ്ക്ക് നിർണായകമായ കുന്നുകളും താഴ്വാരങ്ങളും ചൂഷണം ചെയ്യുന്നത് തടയാൻ ഇതിലൂടെ സാധിച്ചതായി വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കി. സുസ്ഥിരമായ ഖനന രൂപരേഖ തയ്യാറാക്കിയ ശേഷം മാത്രമേ പുതിയ ഖനന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാവൂവെന്ന കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോറസ്റ്റ് റിസർച്ച് ആന്റ് എഡ്യൂക്കേഷൻ പുതിയ പദ്ധതി നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1801178000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ ഈ മാസം 26 വരെ അറിയിക്കാം. യാത്രാക്കൂലി പരിഷ്കരിച്ച് റെയിൽവേ. 215 കിലോമീറ്ററിൽ അധികമുള്ള യാത്രകൾക്ക് ഓർഡിനറി ക്ലാസിൽ കിലോമീറ്ററിന് 1 പൈസയാണ് വർദ്ധിക്കുക. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ എസി ഇതര ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതം വർദ്ധിക്കും. ഓർഡിനറി ക്ലാസിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രാനിരക്കിൽ മാറ്റമില്ല. നിരക്ക് വർധന ഈ മാസം 26-ന് പ്രാബല്യത്തിൽ വരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ജനുവരി 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. അതേസമയം കൃത്യവും സംശുദ്ധവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള SIR നടപടികളുടെ പൂർത്തീകരണത്തിനായി രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം വേണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ റോൾ ഒബ്സർവർ ഐശ്വര്യ സിംഗ് പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ പഞ്ചായത്ത് ശിലാപരിഷത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഉജ്ജ്വല ജയം. ഇറ്റാനഗർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ 20 വാർഡുകളിൽ 14ലും ബിജെപി വിജയം കണ്ടു. അതേസമയം മഹാരാഷ്ട്രയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബിജെപി ശിവസേന NCP ഉൾപ്പെടുന്ന മഹായുതി സഖ്യം വൻ വിജയം നേടി. 288 മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും നഗർ പഞ്ചായത്തുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ 207 ഇടത്തെ അധ്യക്ഷ സ്ഥാനത്ത് സഖ്യം ജയം നേടി. കേരളത്തിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് ഇന്ന് തുടക്കമാകും. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് പ്രത്യേക ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാജ്യം ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വവുമായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഗണിതം, കല, സർഗ്ഗാത്മകത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്. ശാസ്ത്ര പുരോഗതിയിലും ദൈനംദിന ജീവിതത്തിലും ഗണിതത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനായാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ, അക്കാദമിക് ഫോറങ്ങൾ എന്നിവിടങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ദിനാചരണം സംഘടിപ്പിക്കും. ഗണിതശാസ്ത്രത്തിന് രാമാനുജൻ നൽകിയ അസാധാരണ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ട് 2011 മുതലാണ് ഡിസംബർ 22 ദേശീയ ഗണിത ദിനമായി ആചരിച്ചു തുടങ്ങിയത്. 2012 ദേശീയ ഗണിതശാസ്ത്ര വർഷമായും ആചരിച്ചു. ശ്രീനിവാസ രാമാനുജൻ ഗണിതത്തിന് നൽകിയ സംഭാവനകൾ ഒരു നൂറ്റാണ്ടിലേറെയായി ആധുനിക ശാസ്ത്രത്തെ സ്വാധീനിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിലേക്കുള്ള തങ്ക അങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് നാളെ പുറപ്പെടും. ഈ മാസം 26 വൈകിട്ട് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 മണ്ഡലപൂജ. ഇന്നലെ വൈകിട്ട് 5 വരെ 51,144 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 8,682 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. വിശാഖപട്ടണത്ത് നടന്ന വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ശ്രീലങ്ക ഉയർത്തിയ 122 റൺസ് പിന്തുടർന്ന ഇന്ത്യ 14.4 ഓവറിൽ ലക്ഷ്യം കണ്ടു. ഇന്ത്യയ്ക്കായി ജമീമ റോഡ്രിഗസ് 44 പന്തിൽ നിന്ന് 69 റൺസ് നേടി മത്സരത്തിലെ താരമായി. 5 മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വിശാഖപട്ടണത്ത് നടക്കും. അവസാന 3 മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകും. രാജ്യത്തെ വടക്ക് കിഴക്കൻ മേഖലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഉത്തർപ്രദേശ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, പഞ്ചാബ്, കർണാടക, തെലങ്കാന, ബീഹാർ എന്നിവിടങ്ങളിൽ കഠിനമായ തണുപ്പും മൂടൽമഞ്ഞും പ്രവചിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഡൽഹിയിലെ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുന്നു. വിദേശ ദൌത്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമെന്ന് ഇന്ത്യ. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് പുറത്ത് പ്രതിഷേധക്കാർ അക്രമ സാഹചര്യം സൃഷ്ടിച്ചെന്ന തരത്തിൽ ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത ഇന്ത്യ നിഷേധിച്ചു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായും അറിയിച്ചു. വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്യുന്നതിന് ഗോസ്റ്റ് പെയറിംഗ് എന്ന പേരിൽ സൈബർ തട്ടിപ്പ് നടക്കുന്നതായി ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഉപയോക്താവിന്റെ അനുമതിയില്ലാതെ വാട്സ്ആപ്പിന്റെ ഡിവൈസ് ലിങ്കിംഗ് സവിശേഷത പ്രയോജനപ്പെടുത്തി അക്കൌണ്ടുകൾ ഹൈജാക്ക് ചെയ്യുന്ന രീതിയാണ് ഗോസ്റ്റ് പെയറിംഗ്. അതിനാൽ സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും ലിങ്ക്ഡ് വാട്സ്ആപ്പ് ഡിവൈസ് സംവിധാനം പതിവായി പരിശോധിക്കണമെന്നും മന്ത്രാലയം മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ശാന്തി ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഹൈഡ്രോ കാർബണുകളുടെ ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിൽ രാജ്യം മാതൃകാപരമായ മുന്നേറ്റം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. അരാവല്ലി മലനിരകളുടെ പരിസ്ഥിതിക്ക് അടിയന്തര ഭീഷണി നേരിടുന്നതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് ഇന്ന് തുടക്കം. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മവാർഷികത്തിൽ രാജ്യം ഇന്ന് ഗണിതശാസ്ത്ര ദിനം ആചരിക്കുന്നു. വിശാഖപട്ടണത്ത് നടന്ന വനിതാ 2020 ക്രിക്കറ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.